ബിഗ് ബോസ് മലയാളം സീസൺ 7 വീണ്ടും ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. ലൈവിനകത്ത് ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയുള്ള യുദ്ധത്തിന്റെ കഥയാണ് പറയാനായിട്ട് പോകുന്നത്. വീണ്ടും അനുമോളും അനീഷും കോർണറിങ്ങിന് ഇരയായിരിക്കുകയാണ്. അത് എല്ലാവരും അവരെ കോർണർ ചെയ്യാനായിട്ട് മുന്നിട്ട് നിൽക്കുകയാണ്. സാബുമാന്, നൂറ, ആദില, പിന്നെ ഷാനവാസ്, ഇരുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട് അക്ബർ, എല്ലാവരും ഹൗസ്മേറ്റ്സ് എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിട്ട് നിന്നു അനുമോൾക്കും അനീഷിനും എതിരെ. അനീഷ് ഈ ഒരു കേസിൽ അനുമോളുടെ കൂടെ നിന്നൊന്നുമില്ല. ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞു, നീ എന്തിനാണ് കാണാത്ത കാര്യം പറയുന്നത്? ഈ രീതിയിൽ പറഞ്ഞതുകൊണ്ടാണ് ഷാനവാസും പെങ്ങന്മാരും എല്ലാരും കൂടി അനീഷിനെ വണ്ടയ്ക്ക് കയറിയത്. ഈ ഒരു കേസിൽ രണ്ടുപേരുടെ ഭാഗത്ത് സത്യം പറഞ്ഞാൽ ന്യായമില്ല കേട്ടോ. ആരുടെ ഭാഗത്ത് നിൽക്കണമെന്ന് സത്യമായിട്ടും മനസ്സിലാകുന്നില്ല. ഇത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോളെ കറി എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ വിളമ്പി, എന്നിട്ട് രണ്ടാമതായിട്ട് എടുക്കാൻ വരുന്നവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അനുമോൾ ഇത്തിരി സേവ് ചെയ്ത് വെച്ചു. അതാണ് ആദിലയുടെ പ്രശ്നം. അത് അങ്ങനെ സേവ് ചെയ്ത് വെക്കാൻ പാടില്ല, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കറി കൊടുക്കണമെന്നാണ് പറയുന്നത്. എല്ലാവരുടെയും പ്ലേറ്റിൽ നല്ല രീതിക്ക് തന്നെ കറി ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോയിൽ തന്നെ കാണാം. എന്നിട്ട് പിന്നെ അനുമോളുടെ മണ്ടയ്ക്ക് കയറിയതിന് പിന്നിലെ ലോജിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ കറി അനുമോൾ പിടിച്ചതിന് പിന്നിലെ ലോജിക്കും ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഇത് ആദിലയും അനുമോളും തമ്മിൽ ഇന്നലെ മുതലൊരു അഭിപ്രായ വ്യത്യാസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഫൈറ്റ് ഇത് എപ്പോ വേണേലും പൊട്ടിപ്പുറപ്പെടാം എന്നുള്ളൊരു രീതിയിൽ നിൽക്കുകയായിരുന്നു. അത് അങ്ങനെ പുറപ്പെട്ട് വന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ ഇതൊരു വാലിഡ് റീസണോ കാര്യങ്ങളോ ഒന്നും അല്ല. ഇതൊരു റീസണേ അല്ല വഴക്കുണ്ടാവാനായിട്ട്. ഇന്നലെ രാത്രി അനുമോൾ ഡ്യൂട്ടി ചെയ്യാൻ അതിലെ വിളിച്ച ആ ഒരു രീതിയും, പിന്നെ ഇന്നാണെങ്കിലും അതിൽ അധികം കിച്ചണിലൊന്നും കയറിയിട്ടില്ലായിരുന്നു. സാബുമാൻ ആകെ തേങ്ങ തിരുമ്മി കൊടുത്തു. അനീഷും ഷാനവാസും ഒക്കെയാണ് അനുമോളെ സഹായിച്ചത്. അപ്പോ അവർക്ക് വിളമ്പി കൊടുക്കാന്നുള്ളൊരു അധികാരം പോലും സത്യം പറഞ്ഞ ഇല്ല. അനുമോളാണ് ഇത് വിളമ്പി കൊടുക്കേണ്ടത്. അനുമോളാണ് അവിടെ നിന്ന് ഉണ്ടാക്കിയത്. അവിടെ കെട്ടിലമ്മ ചമ്മയുന്നു എന്നൊന്നും പറയുന്നതിലൊന്നും ഒരു കാര്യവും ഇല്ല. കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ആദിലെ അനുമോളെ സഹായിച്ചിരുന്നെങ്കിൽ പറയാമായിരുന്നു, ഫുഡ് വിളമ്പാൻ വേണ്ടി ആദിലയും കൂടെ കൂടിക്കോട്ടെ എന്ന്. പക്ഷെ ഇത് ആദിലെ സഹായിക്കുന്നതായിട്ടൊന്നും കണ്ടില്ല. അവിടെ മാറിയിരുന്ന് പോയി കത്തി വെക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സൗബ്മാന്റെ കൂടെ ഇരുന്ന് പോയി കുറെ നേരം ഇന്ന് അനീഷിനെ കുറ്റം പറഞ്ഞു. അത് രാവിലത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് കിച്ചൺ ടീമില് അനുമോള് മാത്രമാണ് ഇന്ന് ജോലി ചെയ്യുന്നതായിട്ട് കണ്ടത്. അപ്പൊ വെറുതെ ഒരു വഴക്ക്, അനുമോളുടെ നേരെ കയറാനായിട്ടുള്ള ഒരു അവസരം ആദിലയും നൂറയും വേസ്റ്റ് ചെയ്തില്ല. അനുമോളെ കൊണ്ടുള്ള ഉപയോഗം കഴിഞ്ഞു. അവർക്ക് ഇതുവരെ എത്താൻ വേണ്ടിയായിരുന്നു അനുമോൾ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ ഉപയോഗം. യൂസ് ചെയ്തു, യൂസ് ആൻഡ് ത്രോ, അതാണ് അവരുടെ ഒരു രീതി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു വഴക്ക് കണ്ട സമയത്ത്. പിന്നെ നെവിൻ ഈ ഒരു തക്കം നോക്കി തിരിച്ച് കിച്ചണിലേക്ക് കയറാനായിട്ടുള്ള ശ്രമം നടത്തി. നൂറ നെവിനെ പിടിച്ച് കിച്ചണിലേക്ക് ഇട്ടു. അനുമോള് പറഞ്ഞു, ഞാൻ ഇനി കിച്ചണിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് അനുമോള് മാറുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ മാറേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു കേട്ടോ. ഒരുമാതിരി പേടിച്ചോടുന്ന പോലെയാണ്. എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടി അക്ബറൊക്കെ വന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ. എന്തായാലും ഇതൊക്കെയാണ് ലൈവിനകത്ത് നടന്നത് കേട്ടോ. വീണ്ടും ബിഗ് ബോസിയുടെ ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. യുദ്ധക്കളം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.